ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു മുട്ടനെ കൊണ്ടുള്ള റെസിപ്പിയാണ്. കുറച്ച് പച്ചക്കറിയൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു അടിപൊളി സ്നാക്കാണ്. ഇഫ്താറിന് എല്ലാവരും തീർച്ചയായിട്ടും ഇതാക്കണം. കുറച്ച് നെയ്ക്കോത്ത് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും അരിഞ്ഞതും 2-3 പച്ചമുളകും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ കൂടെ പച്ചക്കറി എന്ന് പറയുന്നത് കുറച്ച് ഒരു അരക്കപ്പിൻ്റെ അത്ര ക്യാരറ്റ് ചെറുങ്ങനെ ചെറുതായി മുറിച്ചിട്ട് വേണം ഇത് സോട്ടേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ലോണം ഇളക്കിയിട്ട് കുറച്ച് ഒരു 2 മിനിറ്റ് ആകുമ്പോഴേക്കും ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. അരക്കപ്പ് ക്യാപ്സിക്കം ആയിരുന്നു ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ക്രഞ്ചിനെസ് പോകാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. പിന്നെ ഞാൻ ഇവിടെ ചേർക്കുന്നത് ഒരു കപ്പ് ചിക്കനാണ്, ബോൺലെസ് ചിക്കനാണ്. ജസ്റ്റ് ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ചതാണ്, കുക്കറിലിട്ട് വേവിച്ചതാണ്. അതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം നല്ലോണം മിക്സ് ആക്കി കൊടുത്തിട്ട് ഉപ്പും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൽ ചിക്കനിൽ ഓൾറെഡി ഉപ്പുണ്ട്. എന്നിട്ട് ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് ഒന്ന് നോക്കാം. എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ജീരകപ്പൊടി, ചുവന്നമുളക്, പിന്നെ ചുവന്നമുളകിൻ്റെ ഫ്ലേക്സ്, പെപ്പർ, ഗരം മസാല ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ഞാനിപ്പം ഇതിൽ കാണിച്ചിട്ടുണ്ട്, അപ്പോൾ അത് ശ്രദ്ധിക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് ഇതിലൊത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഉള്ളി സോഫ്റ്റ് ആകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ ചൂട് ആയാലും മാത്രം മതി. ആ മിക്സ് അവിടെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഈ മൈദൻ്റെ സ്ലറി ഉണ്ടാക്കുക. മൈദയും ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കുക. എന്നിട്ട് പിന്നെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 3 പുഴുങ്ങിയ മുട്ടയാണ്. അത് ഹാഫാക്കിയിട്ട് സൈഡാക്കാൻ വെക്കുക. പിന്നെ ഞാൻ ക്രഷ് ചെയ്ത കോൺഫ്ലെക്സാണ് എടുക്കുന്നത്. നല്ലോണം കൈകൊണ്ട് ക്രഷ് ചെയ്താൽ മതി, ഗ്രൈൻഡറിലിട്ടൊന്നും പൊടിക്കണ്ട. നല്ലോണം ക്രഷ് ചെയ്തിട്ട് മാത്രം. നമ്മൾ സമൂസ ഷീറ്റ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂണിൻ്റെ അത്രയാണ് ഞാനിത് എടുക്കുന്നത്. മിക്സ് എടുത്തിട്ട് അതിൻ്റെ മേലെ ഇതേപോലെ മുട്ട ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതനുസരിച്ചിട്ട് മെല്ലനെ ഇത് ചെയ്താൽ മതി. മുട്ട വലുതായിട്ട് നിങ്ങൾക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മുട്ട ഹാഫായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ സൈഡിലെല്ലാം മൈദൻ്റെ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അത് കൈകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. മുഴുവനായിട്ടും ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ടൈറ്റായിട്ട് തന്നെ, പക്ഷേ പൊട്ടാതെ നോക്കണം, ഈ ഷീറ്റ് പൊട്ടാതെ നോക്കണം. എന്നിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് റോൾ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ല സീലിംഗ് എല്ലാം നല്ല വൃത്തിക്ക് ചെയ്തിട്ട് ഈ പേസ്റ്റ് ഉണ്ടല്ലോ, മൈദൻ്റെ പേസ്റ്റ് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ജസ്റ്റ് ഒന്ന് സീൽ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ വിചാരിക്കും ഈ ഫീലിംഗ് എല്ലാം സൈഡിൽ നിന്നെല്ലാം പുറത്തേക്ക് വരില്ലേന്ന്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഉള്ളോട്ടേക്ക് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. കാരണം നമ്മൾ അതിൽ പിന്നെ കോൺഫ്ലെക്സും മൈദയും കൂടിയിട്ട് സീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ റോൾ ചെയ്തിട്ട് എല്ലാ പാറ്റീസും ഇങ്ങനെ റെഡിയാക്കാം, നമ്മൾ മസാല തീരുന്നവരെ. എന്നിട്ട് ഇതിപ്പം കണ്ടില്ലേ, ഇങ്ങനെ മൈദനെ കൊണ്ട് ജസ്റ്റ് അതെല്ലാം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അത് ആദ്യം ജസ്റ്റ് ഒന്ന് സീൽ ചെയ്യാൻ നോക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മൈദൻ്റെ ആ സ്ലറി ഉണ്ടല്ലോ, അതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് ഇങ്ങനെയാണ് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യാൻ, കുറേ സമയം ഇതാക്കണ്ട. എന്നിട്ട് അമർത്തിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കോട്ടിങ് കൊടുത്താൽ മതി, കോൺഫ്ലെക്സിൻ്റെ കോട്ടിങ്. അപ്പോൾ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാ പാറ്റീസും ഇതേപോലെ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിങ്ങനെ ക്രഷ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ക്രഷ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇത് അങ്ങനെ ഒട്ടി നിൽക്കില്ല. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നല്ലോണം മൈദൻ്റെ സ്ലറി നല്ലോണം ഇതാക്കി കൊടുക്കുക. നിങ്ങൾക്ക് അത് പോരെങ്കിൽ ഒന്നും കൂടി ഇട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഇത് കോട്ടിംഗ് ആയിട്ട് എല്ലാ ഭാഗത്തും അല്ല, രണ്ട് സൈഡ് മാത്രം ഒന്ന് ഇത് ചെയ്യുന്നത്. പിന്നെ ഇത് എല്ലാം കൂടിയിട്ട് ചെക്ക് ചെയ്തിട്ട് ഇത് നോക്കിയിട്ട് സെറ്റാക്കി വെക്കുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒന്ന് കോട്ടിങ് ചെയ്ത് കൊടുത്തതിന് എനിക്ക് ക്രഞ്ചിനെസ് ഫ്രൈ ചെയ്താൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ജസ്റ്റ് ഓയിലിൽ ഫ്രൈ ചെയ്ത് എടുക്കുന്നതാണ്. ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കാരണം കോൺഫ്ലെക്സ് വേഗം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഈ സമൂസ ഷീറ്റ് കുറച്ച് ടൈം എടുക്കുമല്ലോ, അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം ഇത് ഫ്രൈ എടുത്താൽ മതി. നെയ്യ് നല്ലോണം ചൂടാക്കാൻ നിൽക്കണ്ട, കാരണം അത് വേഗം കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ സ്നാക്ക്, അടിപൊളി ടേസ്റ്റാണ്. ഒന്നാമത് നല്ല ക്രഞ്ചിയും പിന്നെ മുട്ടയും പച്ചക്കറി ചിക്കൻ എല്ലാം ആയി ഇതിൽ. അപ്പോൾ എല്ലാവരും ഇത് ഈ നോമ്പിന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം.